ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ എമ്പുരാന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ആണ് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വരെ എത്തി നിൽക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ചില ആളുകൾ പ്രതികരിക്കാത്തതും ചില ആളുകൾ പ്രതികരിച്ചതും അതാണ് നമ്മളുടെ വിഷയം. ഇത് പ്രതികരിച്ചിട്ട് ഞാൻ കണ്ട 3-4 പേരാണ്. ഒന്ന് ആസിഫ് അലി, 2 മമ്മൂട്ടി. ഒരു പരസ്യ പ്രതികരണമല്ല, മല്ലിക സുകുമാരൻ നൽകിയ ഐക്യദാർഢ്യം, അത് ഒരു ഓഡിയോ ഇന്റർവ്യൂവിൽ മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തേത് ഗായത്രി വർഷ എന്ന സിനിമാ നടി, അവര് കൈരളി ചാനലിൽ വന്ന് നടത്തിയൊരു പ്രതികരണം. മറ്റൊന്ന് ജിയോ ബേബി എന്ന സംവിധായകൻ. ഇപ്പൊ കേട്ടത് ഫെഫ്ക എങ്ങും തൊടാതെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം AMMA എന്ന സംഘടനയാണ്. ഈ AMMAയെ അമ്മ എന്ന് വിളിക്കാത്തവർക്കെതിരെ ചില ട്രോളുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിനാ യോഗ്യതയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതായത് അമ്മ എന്ന് വിളിക്കാനായിട്ട് യോഗ്യതയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഈ സംഘടനയെ കാണുമ്പോൾ, അല്ലാതെ വേറെന്ത് പറയാം. ഞാൻ വിചാരിച്ചിരുന്നത് ഇവര് കുറഞ്ഞ പക്ഷം ഈ സംഘടനയിൽ അധികായന്മാർക്കൊപ്പം നിൽക്കുന്ന, പക്ഷെ ഇവരങ്ങനെയല്ല നോക്കുന്നത്. അധികായന്മാരായാൽ ആരായാലും മറ്റേ ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ശക്തി കൂടുതലുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ്. അതിപ്പോ മോഹൻലാലായാലും ശരി, മമ്മൂട്ടി ആയാലും ശരി, പൃഥ്വിരാജ് ആയാലും ശരി, ആരായാലും ശരി, മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് ശക്തി കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഇയാൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംഘടനയെ അമ്മ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മമാർ ചിലപ്പോൾ നമ്മളെ കാരണം കുട്ടിടിച്ച് പൊട്ടിച്ചളയും അത് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും AMMA എന്നതിനെ വിളിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു സംഘടനയാണ് ഈ സിനിമാക്കാരുടെ സംഘടന. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന സംഭവം ഒന്ന് കണ്ടു നോക്കും. ഇതിലെ ആദ്യത്തെ പ്രതികരണം ഗായത്രി വർഷ കൈരളി ചാനൽ നടത്തിയ പ്രതികരണം. അവർ വ്യക്തമായിട്ട് ആ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം. ഞങ്ങളെ പോലെയുള്ള പ്രതിബദ്ധരായ കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഇതൊരു ചെറിയ വിഷയമല്ല. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മറ്റൊരു വിഷയവുമില്ല. അതാണ് ആവിഷ്കാര, അഭിപ്രായ, വ്യക്തി സ്വാതന്ത്ര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ അവകാശങ്ങളുടെ മേലെ വാള് വെക്കുന്ന, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഞങ്ങൾക്കില്ല സർ. അത് ആരോടും പറയുന്നു. അത് ഇവരിങ്ങനെ പറയാനുള്ള കാരണം, തൊട്ടു മുമ്പേ സംസാരിച്ച വ്യക്തി പറഞ്ഞത് ഇത് ഈ ഒരു വിഷയം വന്നിട്ട് ഇനി അടുത്തൊരു വിഷയം, അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന മുരളി ഗോപിയുടെ മറ്റൊരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗാണ്. തവള ചത്ത സംഭവം പാമ്പ് ചാകുന്നവരെ, പാമ്പ് ചത്ത സംഭവം കീരി ചാകുന്ന, ആ രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടി ഗായത്രി വർഷമാണ്. ഗായത്രി വർഷ പലപ്പോഴും ഇപ്പോൾ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ഈ മേജർ രവി എന്ന് പറയുന്ന ഇരട്ടത്താപ്പിന്റെയൊക്കെ ഒന്നും പറയാൻ കഴിയില്ല. ഐറണിയൊന്നും ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന വാക്കുപോലും നാണിച്ചു പോകുന്ന രീതിയിലാണ് മേജർ രവി. സിനിമ കണ്ട് ഇറങ്ങിയ ദിവസം സൂപ്പർ സിനിമ, ഞാൻ ഈ സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടോ. ആ സിനിമ കണ്ടതിൽ എൻ്റെ വ്യക്തിപര അഭിപ്രായം, പടത്തിന്റെ മേക്കിംഗ് അസാധ്യ മേക്കിംഗ് ആണ്, കിഡിലൻ മേക്കിംഗ്, നമുക്കൊരു പ്രോമിസിങ്, മലയാള സിനിമയ്ക്ക് ഒരു പ്രോമിസിംഗ് ആയ മേക്കിംഗ് ആണ്. പക്ഷെ കഥ ലൂസിഫർ എന്ന സിനിമയുടെ അത്രയും ഒരു ടൈറ്റായ സ്റ്റോറി അല്ല. ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി വിഷയം കൺവേ ചെയ്യുന്നതിൽ വിജയിച്ചുവെങ്കിലും ഒരു ആർട്ടിസ്റ്റിക്കലി ആ സിനിമ കഥാകാരന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ സിനിമ അത്ര വിജയകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേസമയം തന്നെ മേക്കിങ്ങിൽ വളരെ അസാധ്യമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയ മേജർ രവി പറഞ്ഞത് ഇത് ചരിത്രമാകും എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലം മാറി. കാരണം ഇതുങ്ങൾക്കൊക്കെ നിലപാടുണ്ടെങ്കിലും ചില സ്ഥലത്ത് എത്തിച്ചെല്ലുമ്പോൾ അടിമകളെ പോലും മുട്ടിലെറിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി സിനിമയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. മോഹൻലാലിനെ കഥ അറിയിച്ചില്ല, അതൊക്കെ നമ്മൾ എങ്ങനെയാ തൊടാതെ വിഴുങ്ങുക എന്നുള്ളതൊന്നും പോലും ചിന്തിച്ചിട്ടില്ല ഇയാൾ. അതൊക്കെ കേട്ട് നമുക്ക് വിശ്വാസം തോന്നുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപക്ഷെ മോഹൻലാൽ അതിന്റെ രാഷ്ട്രീയം ഡീപ്പിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കഥയൊക്കെ മറച്ചു വെച്ചിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ മേജർ രവിക്ക് വിശ്വസിക്കാം, പക്ഷെ സാമാന്യ ബോധമുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെയും ഇവര് ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവിക ആവേശം, നൈസർഗികമായ വ്യക്തിപരമായ ആവേശം ഒന്നും ആയിരുന്നില്ല. അത് അനുശാസനത്തിന്റെ കീഴിൽ നിൽക്കുന്ന വെറുമൊരു അടിമയുടെ ശബ്ദമാണത്, വെറുമൊരു അടിമയുടെ ശബ്ദമാണ്. പക്ഷെ അത് മല്ലിക ചേച്ചി പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. മേജർ രവി സാറിനെ പോലെ പട്ടാളത്തിൽ സർവീസ് നടത്തിയ ഒരു പട്ടാളക്കാരനായിരിക്കുന്ന നമ്മുടെ വള്ളുവനാടൻ മേജർ രവി സാറിനെ പോലെ ഒരാള് ഇത്രയധികം എങ്ങനെയാണ് ഒരു ആജ്ഞാനുവർത്തിയായി മാറിയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു അത്ഭുതം തോന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയോട് വിധേയത്വം തോന്നി അതിന്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രൊഫൈൽ എന്താണെന്ന് പോലും അയാൾ മറന്നുപോകും. പാർട്ടി എന്ത് പറയുന്നു അതായിരിക്കും ദൈവമാക്കുക, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിനപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിയാത്തൊരവസ്ഥ, ഒരവസ്ഥയിലാണ് ഇയാൾ. കൃത്യമായ വാക്കാണ് വെച്ചിരുന്നത്, അടിമ. അതിപ്പോ സംഘപരിവാര രാഷ്ട്രീയമാണോന്നില്ലേ, ഏത് രാഷ്ട്രീയത്തെയും പച്ചയ്ക്ക് വന്നിരുന്ന് ന്യായീകരിക്കുക, കള്ളം പറയുക എന്ന രീതിയിൽ എനിക്ക് തോന്നി ഇദ്ദേഹം കള്ളം പറയുകയാണെന്നുള്ളതാണ് വിഷയത്തിൽ. പൃഥ്വിരാജ് സ്ക്രിപ്റ്റ് കാണിച്ചില്ല, മുരളി ഗോപി സ്ക്രിപ്റ്റ് കാണിച്ചില്ല, കുത്തിത്തിരി കയറ്റി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോഹൻലാലിനെ ഈ വിഷയത്തിൽ രക്ഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം BJPയോട് അനുഭവമുള്ള ഒരാളെന്ന നിലയിലാണ് മോഹൻലാലിന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്നത്. സിനിമ
വേറൊരു കാര്യമാണ്, രാഷ്ട്രീയം വേറെ കാര്യമാണ്. മോഹൻലാലിന്റെ രാഷ്ട്രീയം വലതുപക്ഷ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു സംഘപരിവാറിന്റെ ചില അജണ്ടകളെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ ഭാഗമായി എന്നുള്ളത് വലിയൊരു പ്രശ്നമായി തീരുന്നു. അപ്പോൾ മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറക്കിയ നട്ടാൽ കിളിർക്കാത്ത വാദം അത്ര ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു അടിമ എന്നുള്ള പ്രയോഗം കറക്റ്റാണ്. അടുത്തത് ജിയോ ബേബി പറഞ്ഞ കാര്യമാണ്. ഇത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ മൂവി അല്ലാതെ ആശയങ്ങൾ, എനിക്ക് മനസ്സിലായ ആശയം ആ രീതിയിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വിമർശിക്കാൻ, സാമൂഹിക പശ്ചാത്തലത്തെ വിമർശിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കലാകാരൻ, ആ ആശങ്ക കൃത്യമായിട്ട് ജിയോ ബേബി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് സങ്കടകരമായ അല്ലെങ്കിൽ വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഈ രാജ്യത്ത് സത്യം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ അല്ലെങ്കിൽ ഒരു ആർട്ടിലൂടെ സത്യമോ അല്ലെങ്കിൽ ആർട്ട് എപ്പോഴും എന്താ പറയാ ഇമാജിനേഷനും ഒക്കെ നമ്മൾ പറയുമെങ്കിലും ഇത് ഇന്ത്യയിൽ സത്യസന്ധമായി നടന്ന ഒരു കാര്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ ഒരു രാജ്യത്തിലെ കലാകാരന്മാർക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥയാണിത്. അതില് ഇപ്പൊ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് ഏൽക്കുന്ന നാണക്കേടാണ്. ഇപ്പം ഇവര് ആ മാപ്പ് പറഞ്ഞുവെങ്കിൽ ആ മാപ്പ് പറയേണ്ട അവസ്ഥയിലുള്ള ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നത് വളരെ നാണക്കേടും ഖേദകരമായ അവസ്ഥയാണ്. അപ്പം അവരുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് എനിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവരോടൊപ്പം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ള എന്റെ സംവിധായകൻ, എഴുത്തുകാരൻ, നിർമ്മാതാക്കൾ, അവരുടെ ഏത് അവസ്ഥയാണോ ആ ഒരു അവസ്ഥയിൽ ഞാനും പങ്കാളിയാണ്. ഈ ഒരു സോറി പറയേണ്ട അവസ്ഥ ഉള്ള കലാകാരന്മാര് സിനിമ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്ന ആ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞോ ഇല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ ഈ അവസ്ഥ വളരെ വളരെ എന്താ പറയാ നമ്മളെ ബാധിക്കുന്നു, വളരെ പേടിയാവുന്നു ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ. ഈ ഒരു ആശങ്കയാണ് നമ്മൾ ഇതിനു മുന്നേയും പങ്കുവെച്ചിട്ടുള്ളത്. കാരണം ഇന്ന് ഇത് സിനിമ വെട്ടുന്നു, നാളെ ആളെ വെട്ടുന്ന അവസ്ഥയിലെത്തും. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, TP51 എന്ന് പറയുന്ന മൂവി നേരിടേണ്ടി വന്ന പ്രശ്നം. ആ സിനിമയ്ക്ക് സെൻസറിങ് പരമായിട്ടുള്ള കാര്യങ്ങളെ വന്നിട്ടില്ല എങ്കിലും അതിന്റെ സംവിധായകൻ ആ വീട് വിട്ട് നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ആശയം പറയുമ്പോൾ അതിനെ ഈ രീതിയിൽ നേരിടുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് കത്തിവെക്കുക, അല്ലെങ്കിൽ ആൾക്ക് നേരെ ഭീഷണിയായിട്ട് വരിക എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ പോകുന്നത് വലിയൊരു വിഷയമാണ്. ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ ആളുകൾ അപ്പോഴത്തെ വാട്ടർ ബോട്ടറി ആയിട്ട് വരും. അപ്പൊ പിന്നെ ഇതിൽ വന്നതോ, ഇതിനെക്കുറിച്ച് പറഞ്ഞതോ, എല്ലാ വിഷയത്തെയും കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രൊപ്പഗാൻഡ മൂവിയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പ്രൊപ്പഗാൻഡ മൂവികളെ വിമർശിക്കേണ്ട സാഹചര്യത്തിൽ വിമർശിക്കണം. പക്ഷെ എന്ന് കരുതി അതൊക്കെ തടഞ്ഞു വെക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ വെട്ടിക്കൂട്ടണമെന്നുള്ള അഭിപ്രായത്തിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. പ്രൊപ്പഗാൻഡ മൂവീസ് ഇറങ്ങട്ടെ, ആളുകൾ തീരുമാനിക്കട്ടെ അത് കണ്ടതിന് ശേഷം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇത്തരം സിനിമകള് പൊളിറ്റിക്സ് രണ്ടാമത് ഒന്ന് വിചിന്തനം ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക. നല്ലതാണ്. ഇപ്പോൾ ഗുജറാത്ത് ആ കലാപത്തിന്റെ കാലഘട്ടം മറന്നുപോയിടത്ത് നിന്ന് വീണ്ടും ഒരു ഓർമ്മ വന്നിരിക്കുന്നതിനെ കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു, വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് നടന്നോട്ടെ. അത് പ്രൊപ്പഗാൻഡ മൂവിയാണെങ്കിലും അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്ന മൂവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ മൂവിയാണെങ്കിലും അത് കാണപ്പെടുകയും ചെയ്യണം, വിമർശിക്കപ്പെടണം, ചോദ്യം ചെയ്യപ്പെടണം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിനകത്ത് കൈ കടത്തുക, വെട്ടുക. ഇപ്പോൾ വലതുപക്ഷ നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഈ സിനിമ റീസെൻസർ ചെയ്യാനായിട്ട്, ഇവർ അവരുടെ ഇഷ്ടത്തിന് പോയി റീസെൻസർ ചെയ്യുന്നതാണ്, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവർ കൈ ഒഴിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചിരിക്കണം. ഇപ്പൊ ജിയോ ബേബി പറയുന്ന കാര്യം അതല്ലേ, അവർ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, മാപ്പുരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പൊ മീശ എന്ന് പറയുന്ന ഹരീഷിന്റെ നോവലിറങ്ങിയ സമയത്ത് ഇതേ സാഹചര്യം തന്നെയായിരുന്നു. അതിൽ ചില ഭാഗങ്ങള് മുറിച്ചു കളഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വന്നു. DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടിട്ട് കത്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയങ്ങളെ ഈ രീതിയിൽ നേരിടുന്ന ഒരു പ്രശ്നം, ആ ഒരു ആശങ്ക ജിയോ ബേബിയുടെ പറഞ്ഞിരിക്കുന്നു. ഇവരോടൊപ്പം തന്നെ ആസിഫ് അലി പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആസിഫ് അലി അതുപോലെ മമ്മൂട്ടി, ഇവരുടെ പ്രതികരണം ഞാൻ ആദ്യം ഉൾപ്പെടുത്തായിരുന്നത് ഗായത്രി വർഷയോ ജിയോ ബേബിയോ സംസാരിച്ചതുപോലെ അത്ര വ്യക്തമായിട്ടല്ല അവർ പറയുന്നത്. അത് അവരെ പറയിപ്പിക്കാതിരിക്കാൻ പ്രേരിക്കുന്ന ഒരു കാരണമുണ്ടെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ പേരിലുള്ള മതമാണ്. ആസിഫ് അലിക്കും മമ്മൂട്ടിക്കും അങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവരൊക്കെ ഈ പേരെടുത്തിട്ടായിരിക്കും പെരുമാറുക. നമ്മൾ കേട്ടല്ലേ, മമ്മൂട്ടി എന്ന പേര്, അതിന്റെ പിന്നാലെ മുഹമ്മദ് കുട്ടി, കമാലുദ്ദീൻ ആണോ, ജോസഫ് വിജയ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. കാരണം അവരുടെ പിന്നിലുള്ള മതത്തെ എടുത്തു കാണിച്ചിട്ട് ഇവരുടെ അഭിപ്രായങ്ങളെ ഇൻവാലിഡേറ്റ് ചെയ്യുക, ഇവരുടെ അഭിപ്രായങ്ങളെ റദ്ദ് ചെയ്ത് കളയാനൊരു സംഭവം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പൊതിഞ്ഞു പറയാൻ ഇവർക്ക് കഴിയുന്നുള്ളൂ. അതും ജിയോ ബേബി പറഞ്ഞ പോലെ ഒരു
ദുരവസ്ഥയാണ്. എന്തായാലും ആസിഫിനുള്ള അഭിപ്രായം കേട്ടു നോക്കാം. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അത് എനിക്ക് ആസിഫ് അലി പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയെ അങ്ങനെ തള്ളിക്കളയേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സിനിമയെ തന്നെ റദ്ദ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ചർച്ച പോകുന്നത് ശരിയല്ല എന്ന രീതിയിൽ പറയുമ്പോഴും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുന്നില്ല. ആർട്സ് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റെനേസൻസ് പീരീഡിലോ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ റിഫർമേഷൻ പീരീഡിലോ ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ആർട്സ് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്ന കാര്യം. പക്ഷേ പിന്നീട് കല എന്ന് പറയുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണെന്ന് അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാണ്. കാര്യം ശരി, ആ സിനിമയിൽ ആ റെഫറൻസ് അങ്ങനെയൊന്നുമില്ല. വർഷമുണ്ട്, അതേപോലെ തന്നെ എൻ്റെ വില്ലന്റെ പേരും പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സീൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സംഭവം നടക്കുന്നത് ഈ ഒരു സംസ്ഥാനത്താണെന്ന് കാണിക്കുന്നൊന്നുമില്ല. അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള അവതരണം അതിനകത്ത് നടന്നിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്സ് പറയുകയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ സിനിമയെ സിനിമയായിട്ട് മാത്രം കാണാൻ കഴിയില്ലെങ്കിലും ആസിഫ് അലിക്ക് അത് ഇത്രയുമേ പറയാൻ കഴിയുള്ളൂ. അതുപോലെ മമ്മൂട്ടി, രണ്ടാമത് എടുത്തു വരേണ്ട കാര്യം, മമ്മൂട്ടി മല്ലിക സുകുമാരന് നൽകിയ ഒരു ഐക്യദാർഢ്യം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതിന് ശേഷം മല്ലിക സുകുമാരനെ അതിലേക്ക് പ്രേരിപ്പിച്ചിട്ട്, കാരണം പ്രധാനമായിട്ട് മേജർ രവി നടത്തിയ ഒരു ക്യാമ്പയിനാണ്. മേജർ രവി ലൈവിൽ വന്നിരുന്നിട്ട് മോഹൻലാൽ അറിയാതെ ചെയ്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു പ്രൊപ്പഗേഷൻ. അതിന് പിന്നാലെ മുരളി ഗോപിക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും ആഞ്ഞടിക്കുന്ന ഒരു വടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ മല്ലിക സുകുമാരൻ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അവർ പറഞ്ഞൊരു കാര്യം, ഇയാള് ഇങ്ങനെ വന്നിരുന്ന കള്ളം പറയേണ്ട കാര്യം തിരിക്കുന്നു. അതാണ് ഏറ്റവും അധികം പൃഥ്വിരാജിനെ വേദനിപ്പിച്ചത്. ഒരു കള്ളം പറഞ്ഞു, മോഹൻലാലിനെ കാണിച്ചില്ല എന്ന രീതിയിൽ ഒരു കള്ളം പറഞ്ഞത് സീനുകൾ കുത്തിത്തിരിക്കിയിട്ടാണ് എന്ന രീതിയിൽ കള്ളം പറഞ്ഞു എന്നൊക്കെ. അത് മമ്മൂട്ടി അവർക്ക് വിഷമിക്കേണ്ട എന്ന രീതിയിൽ ഒരു മെസ്സേജ്, അത് അവർക്ക് വളരെയധികം സപ്പോർട്ടാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഫ്രറ്റേണിറ്റി കുന്തം കുറുളി എന്നൊക്കെ പറയുമെങ്കിലും ഈ സംഭവം നമ്മൾ കാണുന്നില്ല. പല വിഷയങ്ങളിലും നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള വിഷയത്തിൽ ആരുടെ ഭാഗത്താണോ സ്വാധീനവും ശക്തിയും പണവും ഉള്ളത് അവരുടെ ഭാഗത്തേക്ക് ചായുന്ന സംഘടനകളേ ഉള്ളൂ മലയാള സിനിമയിൽ. അതിപ്പോൾ നമ്മൾക്ക് വ്യക്തമായത് അത് പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും നാളെ അവരുടെക്കെതിരെ നിൽക്കുന്ന ആള് സ്വാധീനമുള്ളതാണെങ്കിൽ ഈ AMMA ഒരു അക്ഷരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ഒരു വാഴപ്പിണ്ടി നട്ടലുള്ള സംഘടന. എനിക്ക് പറയാൻ അവരെ ഒരു പെൻഷനേഴ്സ് സംഘടന എന്ന് പറയാം. അതായത് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണല്ലോ, കൈനീട്ടം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ പെൻഷൻ കൊടുക്കാനുള്ള ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അല്ലാതെ ഇത്തരം വിഷയങ്ങളൊരു അഭിപ്രായം പറയാനായിട്ട് ഇതിന് എന്തെങ്കിലും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ജിയോ ബേബിയോ അല്ലെങ്കിൽ ഗായത്രി ഓഷോയോ പറഞ്ഞ അത്രയും ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ ദുരവസ്ഥ എന്താണ് നമ്മൾക്കറിയാം. എന്തിനേയും ഏതിനേയും മതം വെച്ചളക്കുന്ന ഒരു രാജ്യത്ത് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് അത്രയെങ്കിലും പറയാൻ പറ്റുന്ന വലിയ കാര്യം എന്ന് കരുതുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.